2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാജ്യം ഭരിച്ച കോൺഗ്രസിന് പോലും സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത രാജ്യമാക്കാൻ സാധിച്ചിട്ടില്ലെന്നും എന്നാൽ അത് ഇടതുപക്ഷ ഭരിച്ച കേരളത്തിൽ ഒരു പരിധിവരെ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞെന്നും CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. നിലമ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി U ഷറഫലിയുടെ വിജയത്തിനായി പുക്കൂട്ടുംപാടത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗൗരവമേറിയ രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണം ഈ നാടിന് സംഭാവന ചെയ്ത ഗുണഫലങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാധാന്യമുണ്ട്. തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, സമൂഹത്തിലെ ദരിദ്രരിൽ ദരിദ്രരായ വിഭാഗങ്ങൾ, പ്രയാസപ്പെടുന്നു, അവരുടെ താല്പര്യങ്ങൾ കാസൂക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു രാഷ്ട്രീയ സംവിധാനം, അതിന് നേതൃത്വത്തിലൊരു ഗവൺമെന്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് തുടരുക എന്നുള്ളത് ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രീയ ഭാവി തീവ്ര വലതുപക്ഷത്തിന്റെ പിടിയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി കൈമറിഞ്ഞു പോകാതിരിക്കാൻ ഈ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പരീക്ഷണം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ നാടിന്റെ അഭിമാനമായ ഒരു കായിക പ്രതിഭയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയത്തോടുള്ള സമീപനത്തിന്റെ ഒരു ഉദാഹരണം ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പിലുണ്ട്, സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതിലുണ്ട്. തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് 9-ാം തീയതിയാണ് നടക്കുന്നത്. പക്ഷെ ആരെയെല്ലാം ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഏത് തരത്തിൽപ്പെട്ടവരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ സ്ഥാനാർത്ഥി നിരയിൽ ഉൾക്കൊള്ളിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താല്പര്യമെടുത്ത് പോയിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഒരു പ്രത്യേകത, അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട എല്ലാവരും അങ്ങ് സ്ഥാനാർത്ഥിയാകലല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ കേരളത്തിൽ LDFന് നേതൃത്വം കൊടുക്കുന്ന CPIM, അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറെ ആളുകൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയല്ല. പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് A വിജയരാഘവൻ സ്ഥാനാർത്ഥിയല്ല. നിങ്ങൾക്കറിയാവുന്ന വേറെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാര് പലരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതായ എന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M സ്വരാജ്, സഖാവ് PK സൈനബ, അവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിട്ട് ഒരുപടി ആളുകൾ നിങ്ങൾക്കറിയാം. തോമസ് ഐസക് ഉണ്ട്, EP ജയരാജനുണ്ട്, അല്ലേ? അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവർ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ സഖാവ് സ്വരാജും സൈനബയും ഞാനും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുമെല്ലാം വിശാലമായ അർത്ഥത്തിൽ സ്ഥാനാർത്ഥികളാണ്. 140 പേരാണ് കേരളത്തിൽ LDFന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത് എങ്കിൽ, സ്ഥാനാർത്ഥികളായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നാമനിർദ്ദേശ പത്രിക കൊടുത്ത് മത്സരിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ മത്സരിക്കാൻ നിൽക്കാത്ത നമ്മളെല്ലാവരും, നിങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ് എന്ന വിശ്വാസത്തിലും കാഴ്ചപ്പാടിലുമാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുമെന്നുള്ള പ്രചരണം നടത്തിയാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പിന്നീട് വന്ന രാജീവ് ഗാന്ധി സർക്കാരിന് പോലും അത് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ ഒരു പരിധിവരെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനായെന്നും ജനകീയ സർക്കാരിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നുണപ്രചരണങ്ങൾ നടത്തിയാണ് UDF വോട്ടുകൾ പിടിക്കുന്നതെന്നും LDF സർക്കാരിന്റെ വികസനമെത്താത്ത ഒരിടം പോലും കേരളത്തിലില്ലെന്നും MA ബേബി പറഞ്ഞു. PK സൈനബ അധ്യക്ഷയായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് PM സഫറുള്ള, K മോഹനൻ, കുന്നുമ്മൽ ഹരിദാസ്, VK അനന്തകൃഷ്ണൻ, P ശിവാത്മജൻ, K രാജ്മോഹൻ, സണ്ണി പുലുകുത്തിയേൽ തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി U ഷറഫലി യോഗത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. പരിപാടിയുടെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് റാലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.